ഞാൻ എന്താ ഈ സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ഇതുപോലെ കോളിഫ്ലവർ പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന 6 ചെറിയ സവാളയും 2 മീഡിയം സൈസ് തക്കാളിയുമാണ്. ഒരു വെളുത്തുള്ളിയുടെ അല്ലികള് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. ഇനി സവാള കട്ട് ചെയ്യാൻ തുടങ്ങാം. സവാള കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ണെരിയായിരിക്കണ്ട ഈ പോർഷൻ ഉണ്ടല്ലോ, അത് ആദ്യമേ അങ്ങ് കട്ട് ചെയ്ത് കളയരുത്. അല്ലാതെ ഇതേപോലെ കട്ട് ചെയ്യുക. നമുക്ക് സവാള ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലാതെ ചെറുതായിട്ടൊന്നുമല്ല. ഇതുപോലെ ഇച്ചിരി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ ഇതാ നല്ല എരിയുള്ള 3 പച്ചമുളകാണ് എടുക്കുന്നത്. ഞാൻ മുളക് പൊടി അത് ഇടാറില്ല, പച്ചമുളകാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇനി 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം മൊത്തത്തിൽ നമുക്ക് ഊറ്റിക്കളയണം. അങ്ങനെ വെള്ളത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് വേവിച്ചെടുക്കണം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം ജീരകം പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഈ രീതി വേണം സവാള അരിഞ്ഞെടുക്കാനായിട്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ്, പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. സവാള ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അതും ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും എണ്ണയ്ക്കകത്തോട്ട് കരിച്ചെടുക്കരുത്, ഇതേ രീതിയിൽ തന്നെ ആഡ് ചെയ്യണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി, ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്ലോ പ്രോസസ് ആണ്, ഞാൻ പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ. വളരെ പതുക്കെ തന്നെ സാവധാനം ചെയ്തെടുക്കുക. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, അതാണ് അതിന്റെ ഒരു രീതി. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്തതിനു ശേഷം തക്കാളിയുടെ ആ ഒരു എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ വഴണ്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക, മൊത്തം ഇടുക. മൊത്തം നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. വീണ്ടും കടായി ചൂടാകാൻ വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പം പട്ട, ഗ്രാമ്പൂ, പിന്നെ പെരുംജീരകം, നമ്മളെ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അതിപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറിൽ നിന്നും കടായിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും ആ മിക്സി ചുവ കഴുകി ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ വലിയ ഏലക്കയുണ്ട്, അതാണിത്. വലിയ ഏലക്ക നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. തിളയ്ക്കാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ നമ്മൾ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ആ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഇനി മല്ലിയില അരിയാണ്. നേരത്തെ മല്ലിയില അരിഞ്ഞു വെച്ചാൽ അതിന്റെ വൈറ്റമിൻ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോഴാണ് അരിയുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് അങ്ങ് ഇളക്കരുത്, ചെറുതായിട്ടൊന്ന് താത്ത് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തു. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ അടിപൊളി കോളിഫ്ലവർ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.